നമസ്കാരം. കോൺഗ്രസ് എന്ന പാർട്ടി എപ്പോഴും വോട്ട് ബാങ്കിനായി മാത്രം പ്രവർത്തിക്കുന്നതാണെന്നുള്ള സത്യം അറിയാത്തവരായി ഇന്ന് ആരും കാണില്ല. സ്വാർത്ഥരായി ചിന്തിക്കുന്നവർ തന്നെയാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ പോരായ്മകൾ പോലും പരിഹരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്നാൽ സാഹചര്യം അനുസരിച്ച് കൂറുമാറാൻ അറിയാം. ഇപ്പോഴിതാ 90കളിൽ കോൺഗ്രസ് ദളിതരുടെയും പിന്നാക്കക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ലെന്ന് പറഞ്ഞ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ദളിത് ഇൻഫ്ലുവൻസർമാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയായ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു സമ്മതിച്ചത്. 3 വട്ടമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസിന്റെ ഉന്നത നേതാവ് തന്നെ ഇക്കാര്യം തുറന്നു സമ്മതിച്ചു എന്നതാണ് പ്രധാന കാര്യം. ദളിതർക്കും പിന്നാക്കക്കാർക്കും രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാപനങ്ങളിലും സമ്പത്തിലും പങ്കാളിത്തം ലഭിക്കാത്തിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ അടിത്തറ തിരിച്ചു കിട്ടിയാൽ BJPക്കും RSSനും ഓടിപ്പോകേണ്ടി വരുമെന്നും അത് ഉടൻ സംഭവിക്കുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. എന്നാൽ നേതാവിന്റെ ഈ പ്രസ്താവനയ്ക്ക് ഇപ്പോൾ ട്രോൾ വർഷമാണ്. കോൺഗ്രസിന് അന്നും ഇന്നും ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നത്. അതേസമയം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ദളിതർ, ന്യൂനപക്ഷങ്ങൾ, പിന്നാക്കക്കാർ എന്നിവരിൽ കോൺഗ്രസിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 1990കളിൽ കാര്യമായ പോരായ്മകൾ ഉണ്ടായെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. പ്രാതിനിധ്യവും അധികാര വിഹിതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു. നിങ്ങൾ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കാൻഷിറാം രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന് വേണ്ടി പോരാടി. എന്നാൽ അവർ രാഷ്ട്രീയ പ്രാതിനിധ്യം അപ്രസക്തമാക്കി, സംസാരിക്കാൻ പോലും കഴിയാത്ത പ്രതിമയാക്കിയെന്ന് ലോക്സഭയിലെ BJP MPമാർ പറഞ്ഞു. സ്ഥാപനങ്ങൾ, അത് വിദ്യാഭ്യാസമായാലും കോർപ്പറേറ്റ് ഇന്ത്യ ആയാലും ജുഡീഷ്യറി ആയാലും അധികാരത്തിന്റെ വിഹിതം അവർക്ക് ലഭിക്കണമെന്ന് പറഞ്ഞാണ് നേതാവിന്റെ അടുത്ത നാടകത്തിന് തുടക്കമിട്ടത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പിന്നാക്കക്കാർക്ക് 50% ജനസംഖ്യയുണ്ടെങ്കിലും അധികാരത്തിന്റെ വിഹിതം വെറും 5% മാത്രമാണ്. ദളിതമാർക്ക് 15% ജനസംഖ്യയുണ്ടെങ്കിലും അധികാരത്തിൽ 1% മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം അധികാരത്തിന്റെ വിഹിതത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ആവണമെന്നാണ് ഇപ്പോൾ നേതാവ് പറയുന്നത്. അതേസമയം 2014 വരെ തുടർച്ചയായി 2 വട്ടം UPA സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം പിന്നീട് കോൺഗ്രസിന് ഭരണത്തിലേറാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ആണ് വെന്നിക്കൊടി പാറിച്ചത്. ഇതിന് പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ ദളിത് പിന്നാക്ക വിഭാഗ സ്വാധീനത്തിൽ ഇടിവുണ്ടായെന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇതിനെ സാധൂകരിക്കുന്നതാണ് രാഹുലിന്റെ അഭിപ്രായ പ്രകടനം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ EduBix ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.